അനിശ്ചിതകാല സമരത്തിൽ നിന്നും പിന്മാറി സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നാളെ മുതൽ സാധാരണ പോലെ റേഷൻ കടകൾ പ്രവർത്തിക്കും. വേതന പാക്കേജ് വിശദമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാമെന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. ഡിസംബർ മാസത്തെ ശമ്പളം നാളെ തന്നെ നൽകുമെന്ന് വ്യാപാരികൾക്ക് ധനമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെയാണ് ഭക്ഷ്യമന്ത്രി വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്തിയത്. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി മണിക്കൂറുകൾക്ക് പിന്നിട് മുമ്പേ അനുനയ നീക്കവുമായി സർക്കാർ ഇടപെടൽ. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണനും സമരം അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കമ്മീഷൻ കൂട്ടുന്നതിൽ മാർച്ച് മാസം അന്തിമ തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. രണ്ട് വിഷയങ്ങളുടെ പേരിലാണ് ഇന്ന് കടയടച്ച് സമരത്തിലേക്ക് അനിശ്ചിതകാല പ്രശ്നമുണ്ട്. ഒന്ന്, അവരുടെ ഡിമാൻഡ് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം 15-നുള്ളിൽ നൽകണമെന്നുള്ള വിഷയമാണ്. രണ്ട്, കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തെക്കുറിച്ചാണ്. കമ്മീഷൻ അടുത്ത മാസം 15-ന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല. ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ സംതൃപ്തരെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ വാശിയാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരനേതാക്കൾ പ്രതികരിച്ചു. ഒരു ഘട്ടത്തിലും 10-ാം തീയതിയോ 15-ാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിലോ തരാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല. നാളിത് വരെ സമരത്തിന് പിന്തുണ അറിയിച്ച് 5 സംഘടനകളുടെയും റേഷൻ വ്യാപാരികൾ കടകൾ പൂർണ്ണമായും അടച്ചിട്ടിരുന്നു. 14,000-ഓളം റേഷൻ കടകളിൽ 200-ൽ താഴെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. നാളെയോടെ അടുത്ത മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.